ഇറങ്ങി ഭക്തയോ നേരെ പോകുന്ന തുളസിത്തറയിലോട്ടാണ്. തുളസിത്തറയിൽ ചെന്നിട്ട് 4 കൃഷ്ണ തുളസി ഇല വായിലിട്ടങ്ങ് ചവയ്ക്കും. എന്തുകൊണ്ട് ഈ കൃഷ്ണ തുളസി ഇല? കൃഷ്ണ തുളസി ഇലയ്ക്ക് ഇൻഫെക്ഷൻ തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇൻഫെക്ഷൻ നമുക്ക് പനി വന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കൃഷ്ണ തുളസി കപ്പ് സിറപ്പ് വാങ്ങിക്കും. എന്തുകൊണ്ട് ഈ കപ്പ് സിറപ്പ്? ഈ ഇലയെടുത്ത് പിഴിഞ്ഞിരിച്ചിരി പഞ്ചാര ഇച്ചിരി കളർ വിടുന്നതാണ് കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്. 100 രൂപ വെറുതെ കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഹിന്ദുക്കൾ അങ്ങോട്ട് എന്നും തുളസിത്തറയിൽ ചെന്നിട്ട് 4 ഇല വായിലിട്ടങ്ങ് ചവയ്ക്കും. പിന്നെ കൃഷ്ണ തുളസിക്ക് വലിയൊരു ഗുണമുണ്ട്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യും. ഇൻസുലിൻ എടുക്കുന്ന ആൾ ഇൻസുലിൻ പതുക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഈ 4 കൃഷ്ണ തുളസിയിൽ തിന്നുമ്പം ഡയബറ്റീസ് കുറഞ്ഞു. നമുക്ക് ഈ ഇൻഫെക്ഷൻ പനി ഉണ്ടാകുന്ന പരിപാടി കുറയും. പിന്നെ 4 കൂവളത്തല തിന്നണം. എല്ലാ തുളസിത്തറയിലും കൂവളം ഉണ്ടാവും. ഈ കൂവളം പരമശിവനെ പൂജിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. പരമശിവന് ഉഗ്ര കോപിയാണ്. അദ്ദേഹത്തിന് കോപം ശമിപ്പിക്കാനാണ് ഈ കൂവളത്തിൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് ഈ കോപം? നമുക്ക് BP കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ദേഷ്യം. അപ്പോൾ ഈ കൂവളത്തല ഉപയോഗിച്ച് പൂജിച്ച ശേഷം പൂജാരി എന്ത് ചെയ്യും? ആ കൂവളത്തല ഉൾപ്പെടെ നിവേദ്യത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുകൊടുക്കും. ഭക്തർ ആ കൂവളത്തല ചവച്ച് കഴിയുമ്പോൾ അവൻ്റെയൊക്കെ BP കൺട്രോൾ ഉണ്ടാവും. അതാണ് ഈ പൂജയുടെ ഭാഗം. അപ്പോൾ നമ്മൾ ഈ 4 കൂവളത്തല തിന്ന് കഴിയുമ്പോഴത്തേന് നമ്മുടെ BP കൺട്രോൾ ഉണ്ടാവും. അതോടെ നമ്മുടെ ഡയബറ്റീസ് കുറഞ്ഞു, BP കുറഞ്ഞു, പനിയും മറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് നമ്മൾ തടഞ്ഞു. അത് കഴിയുമ്പോൾ ഹിന്ദുക്കൾ സൂര്യ നമസ്കാരം ചെയ്യണം. കിഴക്കൊതുക്കുന്ന സൂര്യനെ നോക്കി സൂര്യ നമസ്കാരം. കിഴക്കോട്ട് തിരിഞ്ഞാൽ തലച്ചോറിന് ബുദ്ധി കൂടും. പിന്നെ സൂര്യ നമസ്കാരത്തിൻ്റെ ഭാഗമായി 32 വ്യായാമങ്ങളാണ്. നമ്മൾ ട്രെയിൻഡ് സോൾജേഴ്സ് ട്രെയിനിങ് കാർഡിൽ പോലും 12 വ്യായാമമേ ഉള്ളൂ. പോലീസുകാരും പട്ടാളക്കാരുടെ ട്രെയിൻഡ് സോൾജേഴ്സ് ട്രെയിനിങ് കാർഡ് വ്യായാമം PT-ക്ക് 32 വ്യായാമം ഉള്ള സൂര്യ നമസ്കാരം ചെയ്താൽ ശരീരത്തിൽ എല്ലാ സന്ധിബന്ധങ്ങൾക്കും, എല്ലാ മസിലിനും, എല്ലാ ഞരമ്പിനും ഫുൾ വ്യായാമമായി. പിന്നെ ഉദിച്ചു വരുന്ന സൂര്യരശ്മികൾക്ക് രോഗാണുക്കളെ കൊല്ലാനുള്ള കഴിവുണ്ട്. നമ്മൾ അർത്ഥനഗ്നരായി സൂര്യനെ നോക്കി സൂര്യ നമസ്കാരം നമ്മൊന്ന് വേർക്കും. സൂര്യരശ്മി ഒന്ന് ശരീരത്തിൽ അടിച്ചു കഴിയുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗാണു ഉണ്ടെങ്കിൽ ചത്തിരിക്കും. അത് കഴിഞ്ഞാൽ കഴിവുള്ളവർ ഒരു ശീർഷാസനം ചെയ്യണം. ഉച്ചൂത്തണം നിൽക്കണം. കഴിവുള്ളവർ മാത്രം ചെയ്താൽ മതി. എന്ത് സംഭവിക്കും? നമ്മൾ ഇരുകാലം മൃഗമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇവിടെ ഇരിക്കുകയാണ്. പമ്പ് ചെയ്യുന്ന രക്തം നേരെ കീഴ്പോട്ട് പോകും. പിന്നെ ഗ്രാവിറ്റി ഭേദിച്ച് മേപ്പോട്ട് വന്നെങ്കിലേ നമുക്ക് തലച്ചോറ് രക്തം കിട്ടുള്ളൂ. അപ്പോൾ അത് അളവ് കുറഞ്ഞു പോകും. എന്നാൽ ഒരാൾ ശീർഷാസനം ചെയ്യുമ്പം ഹൃദയം മുകളിലും തലച്ചോറ് താഴെ പമ്പ് ചെയ്യുന്ന ഓക്സിജനുള്ള ബ്ലഡ് നേരെ തലച്ചോറ് കയറും. നല്ല ബുദ്ധിശക്തി ഉണ്ടാവും. അതാണ് ശീർഷാസനം. അതങ്ങോട്ട് കഴിഞ്ഞ് ഭക്തൻ നേരെ നടന്ന ക്ഷേത്രത്തിൽ വരും. ക്ഷേത്രത്തിൽ വന്നാൽ ആദ്യം ആൽമരത്തിന് 7 വലം വെക്കണം. കമ്പൽസറി. എന്തോ കാര്യം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാക്കുന്ന മരമാണ് ആൽമരം. പിന്നെ വേപ്പ് മരം, പിന്നെ കൃഷ്ണ തുളസി, അത് മുറ്റത്ത് ഉണ്ട്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന മുറിയുടെ അടുത്തെങ്ങാണ്ട് ഒരു ആൽമരം ഉണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഓക്സിജൻ സപ്ലൈ കിട്ടുന്ന നല്ല ബുദ്ധിശക്തിയാണ്. അമ്പലങ്ങളുടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് റാങ്ക് വാങ്ങിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അമ്പലത്തിൻ്റെ മുറ്റത്തുണ്ടാക്കി ആൽമരം ഉണ്ടാക്കുന്ന ഓക്സിജൻ അടിച്ച് കയറിയിട്ടാണ് കുട്ടികൾക്ക് അപാര ബുദ്ധിശക്തി ഉണ്ടാകുന്നത്. പക്ഷെ നമ്മുടെ മുറ്റത്ത് ആൽമരം വെക്കാൻ പറ്റുമോ? മുറ്റത്ത് ആൽമരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽമരത്തിൻ്റെ വേര് വന്നിട്ട് 200 അടി വരെ പോകും. നമ്മുടെ വീടിന് അടിയിൽ കൂടെ വന്ന് പുറത്ത് കയറി മൊസൈക്ക് പൊട്ടിച്ചിഞ്ഞ് മേലെ വരും. നമ്മുടെ ഭിത്തി കൂടെ കയറുന്നുണ്ടല്ലോ, ഭിത്തി പൊട്ടിച്ചളയും. പക്ഷേ ക്ഷേത്രം പണിയണമെങ്കിൽ 1 അടി കനത്തിൽ പാറ വിരിച്ചിട്ട് ക്ഷേത്രം പണിയാൻ പറ്റും. ഈ പാറയുടെ അടിക്കൂടി വീടിന് തുഴച്ച് മേരിക്കെല്ലാം കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ക്ഷേത്രം മുറ്റത്ത് ആൽമരം വെക്കും, വീട് മുറ്റത്ത് വെക്കാൻ പറ്റിയില്ല. ബുദ്ധഭഗവാൻ 27 ഗുരുക്കന്മാരെടുത്ത് പോയി. രക്ഷ കിട്ടിയോ? ഇല്ല. പക്ഷെ ആൽമരത്തിൻ്റെ കീഴിൽ ഒന്ന് ധ്യാനിച്ചപ്പോൾ ബോധോദയം ഉണ്ടായി. അതാണ് സംഭവം. ആലങ്ങാട്ടുകാരോടിരുന്ന ആലിൻ്റെ ഗുണം ഞാൻ പറയാൻ പോയാൽ കാര്യം കോൾ ടു ലിവർപൂൾ എന്ന് പറയുന്ന പരിപാടിയായിപ്പോൾ നിങ്ങൾ ഈ ആലങ്ങാടെന്ന് പറഞ്ഞ ആലിൻ്റെ പേരിൽ തന്നെയുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ആൽമരത്തിന് അങ്ങനെ വലിയ ഗുണങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിന് മുറ്റത്ത് വരുന്നൊരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആൽമരത്തിന് 7 വലം വെക്കും. അപ്പോൾ ഈ ഭക്തൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു 12 അടി നീളവും വീതിയുള്ള ബെഡ്റൂമിലാണ് കിടക്കുന്നതെങ്കിൽ രാത്രി 2:30 മണിയാകുമ്പോഴേ മുറിയിലുള്ള ഓക്സിജൻ തീർന്നു. പിന്നെ ഇവർ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് കിടക്കുകയാണ്. അപകടമാണ്. എന്നാൽ ജനൽ വന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ? കള്ളന്മാർ ചിലപ്പോൾ അകത്ത് കയറും. ഇല്ലെങ്കിൽ അയലോകത്ത് കോളേജ് പഠിക്കുന്ന ആമ്പിളാരോ എല്ലാം ഉണ്ടെങ്കിൽ അവരെ ക്യാമറയും കൊണ്ടുവന്നിട്ട് ശിവാനന്ദനും ലക്ഷ്മിയും കിടന്ന് ഉറങ്ങുകയാണ്. അർത്ഥനഗ്നരായുടെ ഫോട്ടോ എടുത്ത് രാവിലെ 10 മണിയാകുമ്പോൾ ലോകം മുഴുവൻ വീഡിയോയിൽ കിട്ടും കാണാനായിട്ട്. അപ്പോൾ ഒരു കഥ ജനൽ തുറന്ന് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ജനൽ അടച്ച് കിടന്നുറങ്ങുന്ന ഒരു നേരം വെളുക്കുന്നൊരു 22 അടി നീളവും വീതമുള്ള മുറിയിലുണ്ടെങ്കിൽ ഫുൾ ഓക്സിജൻ കിട്ടുള്ളൂ. അപ്പോൾ മുറിയിൽ ഓക്സിജൻ കുറയുന്നൊരു ഭക്തൻ നടന്നു വന്ന് ആലിന് 7 വലം വെച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ശ്വസിച്ചു. ഫുൾ ആരോഗ്യമായി. കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ പുറത്തു പോയി.
പിന്നെ ഒരു ക്ഷേത്രത്തിൽ ഓരോ പ്രതിഷ്ഠയും എത്ര തവണ പ്രദക്ഷിണം ചെയ്യണം? ഹിന്ദുമതം കറക്റ്റ് കണക്കാണ്. പരമശിവനെ 3 തവണ ചുറ്റണം, ഭഗവാൻ കൃഷ്ണനെ 4 തവണ ചുറ്റണം, ഭഗവതിയെ 4 തവണ ചുറ്റണം, പ്രദക്ഷിണം ചെയ്യണം. ഗണപതി ഭഗവാനെ ഒറ്റ തവണ ചെയ്യാവും, രണ്ടാമത് ചെയ്താൽ ഗണപതി ഭഗവാൻ ചൂടാവും. ഭഗവാൻ ഉണ്ടല്ലോ, ഒറ്റ ചാട്ടത്തിന് പരമശിവനെയും പാർവതിയും ചുറ്റി താഴോന്നാണ് ഗണപതി ഭഗവാൻ. ഒരു തവണ ചുറ്റുന്നതിന് സന്തോഷമാണ്, രണ്ടാമത് ചുറ്റി ദേഷ്യം വരും. ആരെ പിണക്കാലും ഗണപതിയെ പിണക്കല്ലേ, വിഘ്നേശ്വരനാണ്, അദ്ദേഹത്തെ പിണക്കരുത്. അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ നമ്മൾ ആദ്യം തീരുമാനിക്കണം ആരെയൊക്കെ പ്രദക്ഷിണം വെക്കണം. കാര്യം ടോട്ടൽ പ്രദക്ഷിണം 24 ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആരാണ്, ഉപദേവതമാർ ആരാണൊക്കെ നോക്കി ആൽമരത്തിൻ്റെ 7 കമ്പൽസറി, ബാക്കി 17 പ്രതിഷ്ഠ ആരൊക്കെ. ഇത് കറക്റ്റ് കണക്കാക്കൊണ്ട് പോയിട്ട് 24 പ്രതിഷ്ഠ ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ട് ഈ സംഭവം? ഒരു മനുഷ്യന് പൂർണ്ണ ആരോഗ്യം കിട്ടണമെങ്കിൽ 300 മീറ്റർ നടക്കണം. ഒരു ഗർഭിണി 300 മീറ്റർ ദിവസം നടന്നാൽ ആ ഗർഭം അലസുകയില്ല, സുഖപ്രസവം ഉണ്ടാവും, ഒരു സിസേറിയന് വേണ്ട. അപ്പോൾ ഒരു ഭക്തൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു വന്ന് ക്ഷേത്രത്തിൽ കയറി ആൽമരത്തിന് 7 പ്രദക്ഷിണം വെച്ച്, മറ്റ് ദേവന്മാർക്കുള്ള 17 പ്രദക്ഷിണം വെച്ച്, അമ്പലം ചുറ്റി, ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 300 മീറ്റർ നടപ്പായി. ആ 300 മീറ്റർ നടന്നു കഴിയുമ്പോൾ ഭക്ത പൂർണ്ണ ആരോഗ്യമായി. അല്ലാതെ റോഡിൽ കൂടെ ഇറങ്ങി നടന്ന് വല്ല പേപ്പട്ടയുടെയും കടികളുണ്ടോ, വല്ല ആവശ്യമുണ്ടോ? വഴിയെ വന്ന് സ്കൂട്ടറും ഇടിച്ച് നട്ടെല്ലാം പൊട്ടി കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ക്ഷേത്രത്തിലോട്ട് വരുന്ന വഴി എപ്പോഴും ക്ലീൻ വഴിയാണ്. അവിടെ കള്ളന്മാരില്ല, പിടിച്ചുപറിക്കാരില്ല, സുഖം പരിപാടി. അവിടെ വന്ന് പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ 300 മീറ്റർ നടന്നു, പൂർണ്ണ ആരോഗ്യം. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് മുമ്പ് ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അന്നദാനത്തിൽ പങ്കെടുക്കണം. അന്നദാനം ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു ഭക്തനും പട്ടിണി കിടക്കാൻ പാടില്ല. ഒരു ക്ഷേത്രത്തിൽ വന്നാൽ അത് ആ ക്ഷേത്രത്തിന് കുഴപ്പമാണ്. അതുകൊണ്ട് എല്ലാ ക്ഷേത്രത്തിലും ആഹാരം കൊടുക്കാൻ വേണ്ടി ആളുകൾ ഭക്ഷണ സാധനം കൊണ്ടുവരും. അപ്പോൾ ഭക്ഷണ സാധനം കൊണ്ടുവരുന്ന പുണ്യമാണ്, അത് കുക്ക് ചെയ്യുന്ന പുണ്യമാണ്, അത് വിളമ്പി കൊടുക്കുന്ന പുണ്യമാണ്. ഭക്തർ കഴിച്ചിട്ട് പോകുമ്പോൾ അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്ന പുണ്യമാണ്. ഭക്തർക്ക് 4 പുണ്യം കിട്ടി. വിശന്ന് ക്ഷേത്രത്തിൽ വരുന്നവനോ അവന് വീട്ടിൽ കുക്ക് ചെയ്യാൻ ആഹാരം ഇല്ല, പക്ഷെ ക്ഷേത്രത്തിൽ വന്നാൽ അവന് പട്ടിണി മാറും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി പറഞ്ഞു, വിശക്കുന്നതിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണമായിട്ടാണ്. അപ്പോൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഭക്ഷണമായിട്ടാണ് ആഹാരം, അവന് പട്ടിണി മാറി. ലോകത്തിൽ പല രാജ്യത്തും പട്ടിണി മരണമുണ്ട്. നൈജീരിയ പട്ടിണി മരണം, സൊമാലിയ പട്ടിണി മരണം, എത്യോപ്യയിൽ പട്ടിണി മരണം, സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളിൽ പട്ടിണി മരണം. ഇന്ത്യയിൽ എന്താ പട്ടിണി മരണം ഉണ്ടാകാത്തത്? ഇന്ത്യയിൽ 90 ലക്ഷം ക്ഷേത്രങ്ങളുണ്ട്. ഒരു മനുഷ്യൻ പട്ടിണിയാണെങ്കിൽ അവൻ ക്ഷേത്രത്തിൽ പോയാൽ അവൻ്റെ പട്ടിണി മാറും. അതാണ് ഇന്ത്യയിൽ പട്ടിണി മരണം ഉണ്ടാകാത്തത്. അന്നദാനം മഹാദാനം, ക്ഷേത്രത്തിലെ ദാനമാണ്. അന്നദാനത്തിലൊക്കെ പങ്കെടുത്ത ശേഷം ഈ ഭക്തൻ തിരിച്ച് ക്ഷേത്രത്തിന് മുമ്പിൽ വരും. ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, എബോട്ട് അടിച്ച് വീട്ടിൽ പോകും. ഹിന്ദുവിന് പറ്റുമോ? ഇതിന് പറ്റില്ല. ഹിന്ദു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോയാൽ ആ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തിരിച്ച് ദേവിയുടെ മുമ്പിൽ വരും. എന്നിട്ടൊരു യാത്ര ചോദിക്കും. എന്നെ വളരെ സ്വാധീനിച്ചൊരു പ്രാർത്ഥനയാണ് നിങ്ങളുടെ ആ വിടവാങ്ങൽ പ്രാർത്ഥന. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നൊരു ഭക്തനാണ്. ഞാൻ പള്ളിയിൽ പോയാലുണ്ടല്ലോ, നിങ്ങളുടെ ആ മന്ത്രം ഞാൻ അവിടെ ചൊല്ലും. ദേവാന്ന് മാറ്റിയിട്ട് യേശുക്രിസ്തു എന്ന് പറയാത്തുള്ള വ്യത്യാസം. അപ്പോൾ ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അന്നദാനത്തിൽ പങ്കെടുത്ത് വീട്ടിൽ പോകാൻ നേരം തിരിച്ച് നേരെ ക്ഷേത്രത്തിന് ഫ്രണ്ടി വരും. ദേവാ ദേവി ഞാൻ പോവുകയാണ്, ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. പക്ഷേ ഞാൻ ഇനി ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദേവാ ദേവി ഞാൻ 3 കാര്യം ചോദിക്കുകയാണ്, തന്നേ പറ്റൂ. തരണമോ വേണ്ടോ എന്നങ്ങ് ആലോചിച്ചേക്കരുത്, തന്നേ പറ്റൂ. അതിന് ശേഷം ഭക്തൻ ചോദിക്കുകയാണ് 3 കാര്യം. ദേവാ ദേവി അനായാസേന മരണം, വിനാ ദൈന്യതേ ജീവിതം, ദേഹി മേഘ്രവ്യാം വിഷ്ണു തൊയ് ഭക്തി അജഞ്ചലം. 3 കാര്യം ചോദിക്കുന്നത്. അനായാസേന മരണം, എൻ്റെ മരണം ആയാസമില്ലാത്തതായിരിക്കണം. പോകുന്ന വഴിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി റോഡിൽ കിടന്ന് പടച്ചോടെ ചാവരുത്. ഇംഗ്ലീഷ് കവി പാടി, സം പീപ്പിൾ ഡൈ ഇൻ പീസ്, അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ മരിക്കും, ചിലർ കഷ്ടം മരിക്കും. എനിക്ക് അപകടം ഉണ്ടാകും. ക്യാൻസർ വന്ന് കട്ടിക്കുഴി കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചൊന്ന് ചാവരുത്. ആശുപത്രിയിൽ പോയി ICUവിനകത്ത് കിടക്കുക. ഞാൻ 2 തവണ കിടന്നിട്ടുണ്ട്. എൻ്റെ മൂക്കിലും ചെവിയിലും വായിലും എവിടെയൊക്കെ ദൂരമുണ്ടോ അവിടെയൊക്കെ ഓരോ കോയിലടിച്ച് കയറ്റുക. അതിൽ ഇങ്ങനെ നിസ്സഹായമായിട്ട് കിടക്കുക. എൻ്റെ അമ്മോ, ഞാൻ ഇറങ്ങി ഓടിക്കളഞ്ഞ ICUവിനകത്തുനിന്ന്. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു അനായാസേ മരണം. രാത്രി ഉറങ്ങാൻ കിടന്നിട്ട് സ്വസ്ഥമായിട്ട് മരിച്ചോണം. ഞങ്ങളുടെ വേദോസത്തിൽ പറയും, നീതിമാൻ്റെ മരണം ഉറക്കം പോലെ,
രാത്രി ഉറങ്ങാൻ കിടന്ന രാവിലെ ചത്ത് കിടന്ന സ്വർഗ്ഗം ഉറപ്പാണ് ക്രിസ്ത്യാനി. അത് തന്നെയാണ് ഇന്നും പ്രാർത്ഥിക്കുന്നത്. അനായാസേന മരണം. രണ്ടാമത് എന്ത് ചോദിക്കുന്നത് എന്താണ്? പിന്നാ ദൈന്യതയെ ജീവിതം. എനിക്ക് മരണം വരെ ദയനീയ അവസ്ഥ ഉണ്ടാവരുത്. ഒരാളുമ്പിൽ തണ്ടാനിടയാവരുത്. ഭക്ഷണം കഴിക്കാൻ വിളമ്പി വെച്ച് തിന്നാൻ വയ്യ. കൊച്ചുമോള് വന്നിട്ട് വിളമ്പി ഓയിലോട്ടിങ്ങനെ വെച്ചു കൊടുത്ത് തിന്നാൻ എന്തൊരു ഗതികേടെന്നറിയാം. പിന്നെ ഭൂമിയിൽ ഏറ്റവും വലിയ ഗതികേട് മരുമകളുടെ മുമ്പിൽ പോയി തെണ്ടുക. എൻ്റെ അമ്മ അവരൊക്കെ ഭൂമി ഗതികേടില്ല. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കും, വിനാ ദൈന്യതേ ജീവിതം, മരണം വരെ എനിക്ക് ദയനീയ അവസ്ഥ ഉണ്ടാവരുത്. മൂന്നാമത് ഹിന്ദു ചോദിക്കുന്നത് എന്തിനാണ്? ദേഹീമേ കൃപയാം വിഷ്ണു തൊയ് ഭക്തി അദഞ്ജനം. എൻ്റെ ഭഗവാനെ, ഭഗവതിയെ, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ മരണം വരെ ഞാൻ തന്നെ അങ്ങനെ തൊഴുതോളാം. അപ്പോഴും മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് നേരെ വന്ന് അങ്ങയുടെ മുമ്പിൽ തൊഴു കൈയോട് നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷം കിട്ടുക. മോക്ഷം കിട്ടുന്നവർ മാത്രമേ ഉള്ളൂ മരിച്ചാൽ ഉടനെ ഭഗവാന്റെ ഭഗവതരടുത്ത് എത്തുന്നു. മറ്റവരെന്താണ്? മറ്റവർക്കൊക്കെ പുനർജന്മം ഉണ്ടാവും. പട്ടി, പൂച്ച, പുഴുവൊക്കെ ആയിട്ട് ജീവിച്ച് പിന്നെ ഒരു മനുഷ്യൻ കിട്ടിയാലേ രക്ഷപ്പെടുള്ളൂ. ഹിന്ദുക്കളുടെ ഈ പുനർജന്മം ഉണ്ടല്ലോ, ഏറ്റവും ഉഗ്രനൊരു പരിപാടിയാണ് ഹിന്ദുക്കളുടെ പുനർജന്മം. ഭർത്താവ് ഭാര്യയെ തല്ലിയാൽ ഭർത്താവ് അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിച്ച ശേഷം നല്ല തല്ലുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യയെ കൊടുത്ത് അടിയും പലിശ അടുത്ത ജന്മത്തിൽ വാങ്ങിച്ചിട്ടേ അവൻ രക്ഷപ്പെടുള്ളൂ. ഉഗ്രൻ പുനർജന്മമല്ലേ. ഈ പുനർജന്മം വായിച്ച ഏതെങ്കിലും ഭർത്താവ് പിന്നെ ഭാര്യയെ തല്ലുമോ? ഇതുവരെ അടിച്ചതിൻ്റെ പലിശ മതി, ഇനി അടിക്കണ്ട എന്ന് തീരുമാനിക്കും. അതാണ് പുനർജന്മ സിദ്ധാന്തം. ഭാഗവതത്തിൽ 46 പുനർജന്മങ്ങളുണ്ട്. ഓരോ പുനർജന്മം വായിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടു. ഈ പുനർജന്മം ഉണ്ടാതെ ഭഗവാനെ, ഞാൻ മരിച്ച ദേഹീമേ കൃപയാം വിഷ്ണു തൊയ് ഭക്തി അദഞ്ജനം. എന്തൊരുപുരം പ്രാർത്ഥനയാണ്. 3 കാര്യം ചോദിക്കുകയാണ്. അനായാസേന മരണം, വിനാ ദൈന്യത ജീവിതം, ദേഹീമേ കൃപയാം വിഷ്ണു തൊയ് ഭക്തി അദഞ്ജനം. അപ്പോൾ ഒരു ഭക്തൻ ക്ഷേത്രത്തിൽ പോകുന്ന ദിവസം വെളുപ്പിന് 4 മണി തൊട്ട് ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വരുന്നു. അതിനുശേഷം അവൻ പോകുന്നു സന്ധ്യ നമസ്കാരത്തിന്. വന്നിട്ട് അവൻ പ്രാർത്ഥനയോടുകൂടി ചിലപ്പോൾ ക്ഷേത്രത്തിന് സന്ധ്യാ നമസ്കാരത്തിന് വരും. വന്നിട്ട് അവൻ സ്വസ്ഥമായി ജീവിക്കുകയാണ്. ക്ഷേത്രങ്ങളുടെ ആചാരം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ആലാങ്ങാട്ടുള്ള ഓരോ ഭക്തനും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്തം ഉണർന്നിട്ട് ഈ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ അത് അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇനി ഓരോ ക്ഷേത്രത്തിലെയും മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമ്മുടെ തന്ത്രി നിന്നങ്ങോട്ട് നമ്മുടെ മുഖ്യ പുരോഹിതൻ നിന്നങ്ങോട്ട് സംസ്കൃതം ചൊല്ലും. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഓരോ മന്ത്രത്തിൻ്റെ അർത്ഥം. ഈ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലും. വിഷ്ണു ഭഗവാന്റെ 1000 പേരുകൾക്ക് എന്താണ് അതിൻ്റെ സാങ്കത്യം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കണം. അപ്പോഴാണ് നമ്മൾ അത്ഭുതകരമായി അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഈ രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ സൃഷ്ടിയും പ്രാർത്ഥനയും ഒരു നാടിനെ മുഴുവൻ മഹത്തരമാക്കുകയാണ്. ഇവിടെ മന്ത്രം ചൊല്ലുമ്പോൾ അത് ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല കേൾക്കുന്നത്, ഈ നാട് മുഴുവൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ അത്ഭുതത്തിലൂടെ ഈ നാട് മഹത്തരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭഗവാനോടൊരു കാര്യം പറയുമ്പോൾ ഭഗവാൻ അത് വളരെ ഓർത്ത് വെച്ച് നമ്മളെ കൃത്യമായി നമുക്ക് ആവശ്യമുള്ള സമയത്ത് സഹായിക്കും. മൃദംഗശാല ക്ഷേത്രത്തിൽ ഓരോരുത്തർ പോയി പ്രാർത്ഥിച്ചിട്ട് അവർ കിട്ടുന്ന അത്ഭുതം എന്നെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. ഈ ക്ഷേത്രത്തിലും സന്താന ഗോപാല ക്ഷേത്രത്തിൽ വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ് സന്താനങ്ങളുണ്ടാവുകയും അവരുടെ ശ്രേഷ്ഠമായ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും സന്താന ഗോപാല ക്ഷേത്രങ്ങൾ വളരെ പ്രാധാന്യം വഹിക്കുന്നതാണ്. ഞാൻ കേരളത്തിലെ 5 സന്താന ഗോപാല ക്ഷേത്രങ്ങളിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ആ വലിയ അനുഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭക്തർക്കുണ്ടാവട്ടെ. ഈ ക്ഷേത്രം വീണ്ടും വളർന്ന് വലിയ വലിയ നിലകളിലെത്തി ആലങ്ങാട് ദേശത്തിന് ഐശ്വര്യദായകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഷ്യാനെറ്റ് എന്നെ 8 മണിക്ക് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളെ അവിടെ അഭിസംബോധന കഴിഞ്ഞത് വലിയ ഭാഗ്യം. ഈ ക്ഷേത്രത്തിലുള്ള ഭക്തർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഈ നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.